വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ചെമ്മാൻ. നമ്മളിന്ന് കാണുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുപോലെ 3 കളേഴ്സ് എല്ലാം സെയിം തന്നെ 3 ഡിഫറെൻറ്റ് പാറ്റേണുള്ള വർക്കാണ് യോക്കിൽ വന്നേക്കുന്നത്. വർക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതുപോലെ ചിക്കൻ കാരി വർക്ക് പോലത്തെ ഈ ഫാബ്രിക് വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജറ്റ് പോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ഫ്ലോയി ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്ക് വരിക. ഫസ്റ്റ് വൺ വർക്ക് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡിൽ തന്നെ ഇതുപോലൊരു വർക്ക് വരുന്നത്. യോക്ക് 3 ഡിഫറെൻറ്റ് ഡിസൈനിൽ വന്നിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ മൊത്തം ഓപ്പൺ ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബാക്കി ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം ടൈമിങ് പോലെ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ദുപ്പട്ടയും ചെറിയ വേരിയേഷൻ ഉണ്ട്. ഈ ഒരു ഡിസൈൻ പോലെയാണ് ദുപ്പട്ടയിലും വരുന്നത്. നല്ല നല്ല കളേഴ്സ്, അതാ ബ്ലൂ, ഈ ഒരു ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും കൂടെ മിക്സ് ചെയ്ത്. ഡാർക്ക് കളേഴ്സ് എന്ന് പറഞ്ഞാൽ പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്നത് ഭയങ്കര ക്ലാസി ആയിട്ടുള്ള സെറ്റ്സ് ആണ് കേട്ടോ. റേറ്റ് വരുന്നത് 1695 റേഞ്ച്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി. നമ്മുടെ നമ്പേഴ്സ് വരുന്നത് 9562251075 ആൻഡ് 8075551153. എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റിച്ചിങ് നീഡഡ് ആണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡഡ് മെൻഷൻ ചെയ്യുക. ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളും, നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരും. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ഞാൻ ടൈം പോലെ നോക്കാം കേട്ടോ. എല്ലാം ഓപ്പൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരെണ്ണം ഓപ്പൺ ചെയ്തിട്ട് ബാക്കി ഫോട്ടോസ് ഇടാം. വേഗം കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ ഇതുപോലെ. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്പി ജോർജറ്റ് പോലെയാണ്, പക്ഷേ ഇത് ജോർജറ്റ് അല്ല. ഇങ്ങനെ കുറച്ച് ഫ്ലോയി ആണ്, എന്നാൽ ഒരു ചെറിയ സ്റ്റിഫ്നെസ്സും ഉണ്ട്. നല്ലൊരു ഫാബ്രിക്, ഒരു പുതിയൊരു ഫാബ്രിക്കാണ് കേട്ടോ. നല്ല രസമുണ്ട് വർക്കും കാണാനായിട്ട്. കണ്ടോ യോക്കിലെ വർക്ക് ഇതുപോലെ ഒരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡാണ് കേട്ടോ വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള വർക്ക്, ചിക്കൻ കാരി വർക്ക് പോലത്തെ ആ ഒരു വർക്കാണ്. യോക്ക് നല്ല കുറച്ച് ഇറങ്ങിയിട്ടുള്ള യോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ദുപ്പട്ട നോക്ക്, സെയിം ഫാബ്രിക്കിൽ തന്നെ അതേപോലെ വർക്ക് ചെയ്തിട്ടുള്ള ഭയങ്കര ക്ലാസി ആയിട്ടുള്ള സെറ്റാണ്. ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. അപ്പോൾ ഇതിൻ്റെ ഞാൻ സെക്കൻഡ് എല്ലാ ഡിസൈനും കൂടെ ഒന്ന് കാണിച്ചേക്കല്ലേ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് ഈ കളറ് തന്നെ ഈ ഒരു ഡിസൈനാണ്. നെക്ക് എടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ദുപ്പട്ട ഇതുപോലെ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. ഓരോ വർക്കിലും ചെറിയ വേരിയേഷനേ ഉള്ളൂ. ബോട്ടം സെയിം തന്നെ. തേർഡ് വൺ വരുന്നത് ഈ കളറിൽ തന്നെ ഈ ഒരു ഡിസൈൻ. 3 നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസാണ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയുമാണ് പെയർ ചെയ്തേക്കുന്നത്. നല്ല ലെങ്ത്തും എടുത്തുകൊണ്ട് ദുപ്പട്ടയ്ക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള അറ്റയറാണ് ഇതങ്ങനെ. ഇനി വരുന്ന കളറ് ബ്ലൂ. ഈ ബ്ലൂ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. തയ്ച്ചിടുമ്പോൾ നല്ല രസമുള്ളൊരു ബ്ലൂ. ഇതിൻ്റെ തന്നെ ഒരു ഓർഗൻസ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ആ വൈറ്റ് കളർ വന്നേക്കുന്നുണ്ട്, ഭയങ്കര ഒരു ക്ലാസി ലുക്ക് തരുന്നത്. ദുപ്പട്ട ഇതുപോലെ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു പാറ്റേൺ. എല്ലാത്തിനും 3 ഡിഫറെൻറ്റ് പാറ്റേൺ ഉണ്ട്. കളേഴ്സ് സെയിം ആയിട്ട് വരുന്നുണ്ട്. 3 ഞാൻ ഓപ്പൺ ചെയ്തേക്കാം. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. ആൻഡ് തേർഡ് വൺ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള റൗണ്ട് ഷേപ്പ്. ആ സെയിം ഷേപ്പ് തന്നെ നെക്കിനെടുത്താൽ മതിയേ. ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ്. കളറൊന്നും പോകാത്ത ടൈപ്പ്, നോർമൽ സോഫ്റ്റ് ഹാൻഡ് വാഷ് ചെയ്തെടുക്കാം. ഈ കളർ നോക്കി, ഇതൊരു ഗ്രീനിൻ്റെ വെരി ലൈറ്റ് ഷെയ്ഡാണ്. ഒരു ലൈറ്റ് ഗ്രീൻ എന്ന് പറയാം. പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന ആ ഒരു ഭംഗിയാണ്. നേരിട്ട് കാണുമ്പോഴാണ് ഇതിന് കൂടുതൽ ഭംഗി. ഇതിലെല്ലാം വൈറ്റ് സറ്റിൽ വർക്കാണ്. ആ വർക്കും ഭയങ്കര ക്ലാസി ആയിട്ടുള്ള വർക്ക്. ഇതും ഗ്രീൻ തന്നെ വർക്ക് ഇങ്ങനെ. ഇപ്പോൾ റൗണ്ടിനൊക്കെ എടുത്തിട്ട് ഒരു കട്ടിങ് ഒക്കെ കൊടുത്താലും ഭംഗിയായിരിക്കും. ദുപ്പട്ടയും നല്ല നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ ഈസി ആയിട്ടുള്ള ചേർന്ന് കിടക്കുന്ന ഒരു ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നേക്കുന്ന സെൻറ്റർ. നെക്സ്റ്റ് വൺ ഇതുപോലെ ഈ ഒരു ഡിസൈൻ. ഇത് ശരിക്കും നിങ്ങൾക്ക് കുർത്തിയായിട്ട് ടോപ്പ് ബോട്ടം വിത്തൗട്ട് ദുപ്പട്ട വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റും. ഈ വർക്ക് നല്ല കുറച്ച് ഇറങ്ങിയിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് കളർ ലാവൻഡറിൻ്റെ ലൈറ്റ് ആയിട്ട് ഭയങ്കര രസമുണ്ട്. ഈ ഒരു വർക്ക്. ദുപ്പട്ട ഇതുപോലെ. ദുപ്പട്ടയുടെ അകത്തുള്ള വർക്കും ഈ ഒരു വർക്കും സെയിം ആണ്. ത്രെഡ് വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ തന്നെ അടുത്ത കളർ ഇങ്ങനെ ചെറിയ വർക്കും നല്ല ക്യൂട്ടായിട്ടുള്ള ത്രെഡ് വർക്കും ചെയ്തേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ. ആൻഡ് ബോട്ടം ആ ഒരു സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ്.
ഇനി വരുന്നത് ഇതുപോലെ എല്ലാത്തിൻ്റെയും 3 ഡിസൈനുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കുറേ നേരം ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഡ്രസ്സ് നോക്കിയിട്ട് പോയി സൈറ്റിൽ പോയിട്ട് ബുക്ക് ചെയ്യുക കേട്ടോ. സൈറ്റ് ID www.glitzindia.in. ഇനി വരുന്നത് ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂവിൽ ആ വൈറ്റ് കോമ്പിനേഷൻ ഭയങ്കര ഭംഗിയുണ്ട്. ഈ ഒരു വർക്കല്ലല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വർക്ക്, നല്ലൊരു നെക്ക് പാറ്റേണാണ് ഇത്. സെയിം നെക്ക് പാറ്റേൺസ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോപ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്ലൂ കളർ ബ്ലൂവിൻ്റെ തന്നെ നെക്സ്റ്റ് ഡിസൈൻ. ഞാനിത് ഓരോന്നും ഓപ്പൺ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെച്ച് കാണുമ്പോഴാണല്ലോ ഇത് എങ്ങനെ വരും എന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തേക്കുന്നത്. ബോട്ടം വരുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂവിൽ തന്നെ ഇതുപോലെ ദുപ്പട്ട ഇങ്ങനെ ബോട്ടം ഇതുപോലെ. പിങ്കാണ് നെക്സ്റ്റ് ഷെയ്ഡ്. ഇതൊക്കെ നല്ല ഭംഗിയാണ് തയ്ച്ചിട്ട് കഴിയുമ്പോൾ. ഒരു ചേരുന്നൊരു കളറ്, ഒരു റോസ് ഗോൾഡ് കളർ എന്ന് പറയാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. ദുപ്പട്ട ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം ഇങ്ങനെ. റേറ്റ് വരുന്നത് 1695 റേഞ്ച്. ക്ലാസി ആയിട്ടുള്ള സെറ്റാണ്. നെക്സ്റ്റ് കളർ ഇങ്ങനെ ദുപ്പട്ട സെയിം ടോൺ ദുപ്പട്ട ആൻഡ് ബോട്ടം. ആൻഡ് ലാസ്റ്റ് വൺ ഇതുപോലെ. എല്ലാ വർക്കും ബ്യൂട്ടിഫുൾ ആണ്. ഓരോന്നും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. 3 വർക്ക് നല്ല വർക്കാണ് കേട്ടോ. ആൻഡ് ബോട്ടം. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ഒന്ന് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അത് ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ
ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.